ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിശേഷം ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ നാളെ ഓഗസ്റ്റ് 3 നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന കൺഫേംഡ് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ അതിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഇനി നമുക്ക് ബിഗ് ബോസ് സീസൺ 7 ഷൂട്ടിങ്ങിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് തുടങ്ങാം. എന്നിട്ട് നമുക്ക് കൺഫേം ലിസ്റ്റിലേക്ക് വരാം. അത് കൂടാതെ സർപ്രൈസ് ആയിട്ടുള്ള കോമണറുടെ പേര് നമുക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. വളരെ നല്ലൊരു പേരാണ്. ഇനി നമ്മുടെ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ ഷൂട്ട് ഇന്ന് നടക്കുന്നുണ്ട്. അവിടെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഡാൻസ്, ബാക്കി പരിപാടികൾ, സ്കിറ്റുകൾ, കാര്യങ്ങളെല്ലാം ഇന്നലെ ഷൂട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വീട് സെറ്റൊക്കെ സൂപ്പറാണ്. അതിന്റെ തീമും കാര്യങ്ങളൊക്കെ നാളെ പ്രൊമോ ആയിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ വട്ടത്തെ തീം എന്ന് പറയുന്നത് നിങ്ങൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു തീം, എനിക്കറിയില്ല നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന്. ബിഗ് ബോസ് ഹിന്ദിയിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു തീമാണ്. അതുപോലെ തമിഴിലും ഈ തീം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് ഹിന്ദിയിൽ ഇത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. 100 ദിവസത്തിൽ കൂടുതൽ അവര് അഡീഷണൽ ടെലികാസ്റ്റ് ചെയ്ത ഒരു തീമാണ്. അതുപോലെ തമിഴിൽ അത്ര വലിയ ഒരു ഇതായില്ലെങ്കിൽ പോലും അവിടെ നല്ല രീതിയിൽ വെച്ചു. പക്ഷെ നമുക്കത് ഹിറ്റ് ആവും, ഉറപ്പാണ്. അത്ര സൂപ്പർ ഒരു തീമാണ്. അതായത് സ്വർഗവും നരകവും രണ്ട് ഏരിയ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് നരകത്തിൽ കുറെ പേര്, സ്വർഗത്തിൽ കുറെ പേര്. നരകത്തിലുള്ള ആൾക്കാർക്ക് സ്വർഗത്തിൽ കയറാനുള്ള ഓരോ മത്സരങ്ങളെല്ലാം വെച്ച് വാശി കൂട്ടി അങ്ങോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കും. സ്വർഗത്തിലുള്ളവര് അവരുടെ സ്ഥാനം നഷ്ടപ്പെടാതെ ഇരിക്കാൻ, നരകത്തിലോട്ട് പോകാതിരിക്കാൻ അവന് ശ്രമിക്കും. ഇതിനകത്ത് സ്വർഗത്തിലുള്ളവർക്ക് എല്ലാ ലക്ഷറിയും കിട്ടും. അതുപോലെ നരകത്തിലുള്ളവർക്ക് ഒന്നുമില്ല. അവർക്കെല്ലാം ഈ സ്വർഗത്തിലുള്ളവര് കൊടുക്കുന്നതായിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ട് അവർക്ക് ജയിലും കാര്യങ്ങളെല്ലാം നരകത്തിലായിരിക്കും. സോ നരകത്തിലുള്ളവർ മാക്സിമം എന്തോ ചെയ്യും, സ്വർഗത്തിൽ കയറാനായിട്ട് ശ്രമിക്കും. ഈ തീം നമ്മുടെ ഹിന്ദിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. മലയാളത്തിൽ അറിയാലോ, അതിൻ്റെതായ ചില ചേഞ്ചസ് ചിലപ്പോൾ അവർ വരുത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമുക്ക് കൺഫേംഡ് ലിസ്റ്റിലേക്ക് കേൾക്കണ്ടേ. നമുക്ക് കണ്ടസ്റ്റൻസിലേക്ക് അടക്കാം. ഈ വട്ടം സൂപ്പർ 18 പേരെന്ന് പറയണ പൊളിയാണ്. അതിനകത്ത് 9-10 പേരെ നമുക്ക് എല്ലാവർക്കും സുപരിചിതരാണ്. വളരെ നന്നായിട്ട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ വട്ടം ബിഗ് ബോസിൽ വരുന്നത്. സോ അതിൻ്റെതായ കത്തിക്കലും പൊട്ടിക്കലും അതൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിനി ലിസ്റ്റിലേക്ക് കിടന്നാൽ നമ്മുടെ ആദ്യത്തെ പേര് ഷാരിക, ആങ്കർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മൈത്രേയനായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ നടത്തിയ നമ്മുടെ ഷാരിക ഉണ്ടല്ലോ, പ്രഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഷാരികയാണ് ഒന്നാമത്തെ കണ്ടസ്റ്റൻസ്, കൺഫേംഡ് ആണ്. അതുപോലെ രണ്ടാമത്തെ കണ്ടസ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രേണു സുധിയാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സ്റ്റാർ രേണു സുധിയാണ്. രേണു സുധി കൺഫേംഡ് ആണ്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ അപ്പാനി ശരത്ത്, അതായത് നമ്മുടെ ജിമിക്കി കമൽ പാട്ടിലൊക്കെ ഡാൻസ് ചെയ്തിട്ടുള്ള അപ്പാനി ശരത്ത്, സിനിമ ആക്ടർ. അതുപോലെ നാലാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ലെസ്ബിയൻ കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആദില നൂറ. അവരുടെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് കയറുന്നുണ്ടോ അതോ ഒരാളെ കയറുന്നുള്ളൂ എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ അത് അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. അതുപോലെ അടുത്ത 5-ാമത്തെ ആളെന്ന് പറയുന്നത് അഭിശ്രീയാണ്. അഭിശ്രീയുടെ കാര്യവും ഉറപ്പാണ്. നിങ്ങൾ അഭിശ്രീയെ എല്ലാവർക്കും അറിയാം. ഞാൻ ഫോട്ടോസ് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ 6-ാമത്തെ ആള് ബിന്നി സെബാസ്റ്റ്യനാണ്. ബിന്നി സെബാസ്റ്റ്യനെയും നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. അടുത്തത് കലാഭവൻ ഷാരികയാണ്. നമ്മുടെ സിനിമയിലും സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റ് കലാഭവൻ ഷാരിക വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ പാട്ടുകാരൻ അക്ബർ ഷാ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളി വണ്ണമൊക്കെ ഉള്ള പുള്ളിയും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഫോട്ടോ വെക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത്യാവശ്യം നല്ലവരാണ്. ഇപ്പോഴും ഐഡിയ സിംഗിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ അടുത്ത ആള് നമ്മുടെ സീരിയൽ ആക്ടർ ഷാനവാസാണ്. ഷാനവാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സീരിയൽ കാണുന്ന എല്ലാവർക്കും അറിയാം. സീരിയലിലെ നായക കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഷാനവാസ്, ഇതാണ് ആള്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രിയങ്കരിയായ നമ്മുടെ അനുമോൾ, നല്ല കോമഡി കാര്യങ്ങളൊക്കെ, ഇനി എന്തൊക്കെ പൊട്ടത്തരങ്ങൾ കാണിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അനുമോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനുമോളിനെ.
ഉണ്ട്, അനിമോൾ കൺഫേംഡ് ആണ്. അതുപോലെ നമ്മുടെ സൈത്യ സന്തോഷിനെ അറിയാത്ത ആരും കാണത്തില്ല. കാര്യം ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ ശ്വേതാമേനോനെ കൊണ്ടായിരുന്നു. റിയാലിറ്റി ഷോയിൽ ശ്വേതാമേനോനൊക്കെ അടിയുണ്ടാക്കിയ ഒരു അമ്മയും മോളെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അതായത് ഇതാണ് ആള്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പുള്ളിക്കാരിയാണ് നമ്മുടെ സൈത്യ സന്തോഷ് കൺഫേം ആണ്. അതുപോലെ നിവിൻ, പിന്നെ ഒനീൽ സാബു എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബർ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അതുപോലെ നമ്മുടെ ആര്യൻ ഖതോരിയ നമ്മുടെ ചെറുപ്പക്കാരനാണ്, കൊള്ളാം. പെണ്ണുങ്ങൾക്ക് ഈ വട്ടം ഒരു ലവ് ട്രാക്ക് ഒക്കെ പിടിക്കാൻ പറ്റിയ ആര്യൻ ഖതോരിയ ഉണ്ട്. പിന്നെ നമുക്കറിയാവുന്ന മുൻഷി രഞ്ജിത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദീപക് മോഹൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, അത്യാവശ്യം സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ RJ ബിൻസി ഉണ്ട്. RJ ബിൻസിയെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ, അതിനെയും ഫോട്ടോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇത്രയും പേരാണ്, 17 പേര്. അതിനകത്ത് ആദില നൂറയുടെ കാര്യം ഞാൻ പറഞ്ഞു. അവരാര് ഒന്നാണോ രണ്ടാണെങ്കിൽ 18 പേര് അവർ തന്നെ ഉണ്ടാവും, പ്ലസ് കോമണർ ആയിരിക്കും. അല്ല, ഒരാളാണെന്നുണ്ടെങ്കിൽ 17 പേര് പ്ലസ് കോമണർ. 18ാമത്തെ ആള് കോമണർ. എനിക്ക് കിട്ടിയ പേര് അനീഷ് എന്നാണ്. അനീഷിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ എനിക്കും കിട്ടിയിട്ടില്ല, അത് ഞാൻ സെർച്ച് ചെയ്യണം. ഒരുപാട് അനീഷ് ഉണ്ടല്ലോ, സോ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ്. ഈ കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവരെല്ലാവരും കത്തിക്കാൻ പറ്റുന്ന ഒരു ടീമാണെന്ന്. അതുപോലെ സ്വർഗം നരകമൊക്കെ ആണെങ്കിൽ ഇവരെല്ലാവരും കൂടെ കയറി കത്തിക്കത്തില്ലേ ഈ സ്വർഗവും നരകമൊക്കെ? നമുക്ക് നോക്കാം. പിന്നെ ഇനിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക് യു.